ഇവൾ സ്റ്റീക്കിൽ തൊട്ട് നോക്കി അതിലെന്തോ കുറവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഉടനെ വൈനൊഴിച്ച് വീണ്ടും അത് കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ അത് വായിൽ വെച്ചതും അതിന്റെ ടേസ്റ്റിൽ ഇംപ്രസ് ആവുന്നു. പക്ഷെ അവൾക്കിപ്പോഴും അതിലെന്തോ കുറവുള്ളതായി ഫീൽ ചെയ്യുന്നു. അതിനുശേഷം പുറത്തുപോയ വെയിറ്റർ ജസ്റ്റ് വന്നെന്ന് ഇൻഫോം ചെയ്യാനായി വരുന്നു. നോക്കുമ്പോൾ അതിനുള്ളിൽ ഇവൾ ഓൾറെഡി ചെയ്തു വെച്ച 8 ഡിഷും ക്യാൻസൽ ചെയ്ത് ഒരു ഡിഷ് മാത്രമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അത് കേട്ട് ആ ഷോക്ക് ആവുന്നു. അതേസമയം ഡൈനിങ് ഏരിയയിൽ നാട്ടിലെ വലിയൊരു പൊളിറ്റീഷ്യൻ അവളുടെ ഫുഡിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫുഡ് വരാൻ എന്താണ് ലേറ്റ് ആവുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ആ വെയിറ്റർ ഒരു സീ ഫുഡ് റിസോർട്ടയുമായി അകത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ മാനേജർ ഒരു ഡിഷ് സെർവ് ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ച് ഷോക്ക് ആവുന്നു. അത് മാത്രമല്ല ജസ്റ്റിന് അത് വായിൽ വെച്ചതും ദേഷ്യം വരുന്നു. കാരണം കൊടുത്ത ആ ഒരു ഡിഷ് പോലും തണുത്തതാണ്. അതുകൊണ്ട് എല്ലാവരും പാനിക് ആവുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് വന്നവൾ ഞാൻ ഡിഷ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അതിനുശേഷം അവൾ കുറച്ച് ഹോട്ട് സ്റ്റോൺസ് എടുത്ത് പ്ലേറ്റിൽ വെച്ചതും ആ ഡിഷ് ചൂടാവുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്ന മണം ആ ഗസ്റ്റിനെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് മാത്രമല്ല അത് കഴിച്ചു നോക്കി ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു റിസോർട്ട് എവിടെ നിന്നും കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു. അവളെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അത് കേട്ടതും ഹോട്ടൽ ഓണർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഹാപ്പി ആവുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഗസ്റ്റ് പോയതും ഹോട്ടൽ ഓണർ എന്തിനാണ് അവസാന നിമിഷം മെനു ചേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുന്നു. ആക്ച്വലി അവൾ ആരാണ് ഗസ്റ്റ് എന്നറിഞ്ഞതും അവരുടെ നാട്ടിൽ ഏത് ഡിഷാണ് ഫേമസ് ആയതെന്ന് മനസ്സിലാക്കുന്നു. എക്സ്പെൻസീവ് ആയ ഒത്തിരി ഡിഷ് ഉണ്ടാക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതായി പറയുന്നു. അത് കേട്ടതും ഹോട്ടൽ ഓണർ ഇംപ്രസ് ആവുന്നു.